നമസ്കാരം കൂട്ടുകാരെ, 2020 പുറത്തിറങ്ങിയ രസകരമായൊരു ഇന്തോനേഷ്യൻ ചലച്ചിത്രം ഫ്രണ്ട്സ് ബട്ട് മാരീഡ് 2. ഇതിനു മുമ്പ് 2018 പുറത്തിറങ്ങിയ ഫ്രണ്ട്സ് ബട്ട് മാരീഡിന്റെ കഥ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. രണ്ട് സുഹൃത്തുക്കളുടെ പ്രണയബന്ധത്തിന്റെ കഥ. ആ സിനിമയുടെ തുടർച്ചയാണിത്. ഇൻഡിവിജ്വൽ പടമായി തന്നെ കാണാവുന്ന രസകരമായൊരു ചലച്ചിത്രം. സിനിമയുടെ വിശദമായ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥയുടെ തുടക്കം പറഞ്ഞു വെക്കുന്നത് പഴയ ചലച്ചിത്രത്തിന്റെ കഥ തന്നെയാണ്. മിഡിൽ സ്കൂൾ തൊട്ട് കോളേജ് കാലഘട്ടം വരെ പരസ്പരം പറയാതെ പ്രണയിച്ച ആ രണ്ട് സുഹൃത്തുക്കളുടെ കഥ. ഡിറ്റോ എന്ന പയ്യൻ അയു എന്ന തന്റെ പ്രിയപ്പെട്ട ബെസ്റ്റ് ഫ്രണ്ടിനെ അവളെ അറിയിക്കാതെ തന്നെ അത്രമേൽ പ്രണയിച്ചിരുന്നു. പല ഘട്ടത്തിലും ഇരുവരുടെയും ജീവിതത്തിലൂടെ മറ്റു പല ആളുകളും കാമുകന്മാരും കാമുകികളുമൊക്കെ കടന്നുപോയി. എന്നിരുന്നാലും ഏറ്റവും ഒടുവിൽ ഇരുവരും ഒന്നിക്കുകയായിരുന്നു ചെയ്തത്. ഡിറ്റോ അയുവിനെ പ്രപ്പോസ് ചെയ്തിരുന്നു. അങ്ങനെ ഒടുവിൽ അവർ വിവാഹിതരായി. പക്ഷെ അവരുടെ ഫസ്റ്റ് നൈറ്റ് വളരെ രസകരമായിരുന്നു. മുമ്പ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്ന രണ്ടുപേരാണല്ലോ, അതുകൊണ്ട് ഒരു ഓക്വാർഡ്നെസ് അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അയുവിന് ഡിറ്റോയെ നല്ലൊരു ഫ്രണ്ടായി മാത്രമേ ആ ഒരു സമയത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്റിമേറ്റ് ആവാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. റൊമാൻറ്റിക് ആവാനും അത്ര കണ്ടങ്ങ് സാധിക്കുന്നില്ല. മുമ്പ് അയു എങ്ങനെയാണോ ഡിറ്റോയോട് പെരുമാറിയിരുന്നത് അത്തരത്തിൽ തന്നെയായിരുന്നു ഇപ്പോഴും അവളുടെ പെരുമാറ്റമൊക്കെ. ഡിറ്റോയ്ക്കൊരു സ്പെഷ്യൽ കെയറോ ഒന്നും തന്നെ അവൾ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഡിറ്റോ എന്നിരുന്നാലും തന്റെ പ്രണയമൊക്കെ അവൾക്കായി പങ്കുവെക്കാൻ കൊതിച്ചു. പക്ഷെ അയു ആണെങ്കിൽ അതിനൊന്നും ഒരുക്കവുമായിരുന്നില്ല. ഓടിക്കളിച്ചും പിടിച്ചും രാത്രി വൈകി തളർന്ന് ഇരുവരും ഉറങ്ങുകയായിരുന്നു. പുലർച്ചെ അയു എഴുന്നേറ്റ് ഡിറ്റോയുടെ കയ്യിലുണ്ടായിരുന്ന കുറിപ്പ് കണ്ടു. എത്രമേൽ അവൻ അവളെ പ്രണയിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന കുറിപ്പായിരുന്നു അത്. അത് കണ്ടതും അയുവിന് സന്തോഷം തോന്നുന്നുണ്ട്. വീണ്ടും അവൾ കിടന്നുറങ്ങി. പിന്നീട് ഡിറ്റോ എഴുന്നേറ്റപ്പോ അയു ആ കുറിപ്പ് വായിച്ചിട്ടുണ്ട് എന്നവന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. എഴുന്നേറ്റ ഡിറ്റോ അയുവിനടുക്കൽ കുസൃതികൾ ഒപ്പിക്കാൻ തുടങ്ങി. ഫസ്റ്റ് നൈറ്റ് നന്നായില്ലെങ്കിലും ഫസ്റ്റ് മോർണിംഗ് അടിപൊളിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. അവരുടെ ജീവിതം അങ്ങനെ സന്തോഷത്തോടെ അവിടെ നിന്നും തുടങ്ങുകയാണ്. അന്നു മുതൽ അങ്ങോട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും സന്തോഷവാന്മാരായ മികച്ച കപ്പിൾസായി അവർക്ക് അവരെ തന്നെ തോന്നിയിരുന്നു. ഓരോ ദിവസവും ഡേറ്റ് ചെയ്യുന്ന പോലെ മുമ്പോട്ട് പോവാനായിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നതും. സ്നേഹം നിറഞ്ഞ കപ്പിൾസായി അവർ എല്ലായിടത്തും ചുറ്റിത്തിരിഞ്ഞു. പബ്ലിക്കിനിടയിലും പരസ്പരം സ്നേഹപ്രകടനം നടത്തുവാൻ അവർ ഒട്ടും തന്നെ മടിച്ചിരുന്നുമില്ല. ആഴത്തിലുള്ള അനുഭവവും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെയുള്ള നല്ലൊരു പ്രണയമായിട്ടായിരുന്നു അവരവരുടെ സ്നേഹത്തെ വിലയിരുത്തിയത്. അവരുടെ ഒന്നിച്ചുള്ള ആ ജീവിതത്തിൽ പെട്ടെന്നിരുവർക്കും മക്കൾ വേണ്ട എന്നൊരു തീരുമാനം അവർ എടുത്തിരുന്നു. അങ്ങനെ പാരന്റ്സ് ആവുന്നതിന് മുമ്പ് കുറച്ചധികം സമയം ഒന്നിച്ച് ചിലവഴിക്കണമെന്നും പാരന്റ്ഹുഡ് എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണെന്നും അതിനു മുമ്പ് കുറെ സമയം വേണം എന്നും അവർ തീരുമാനിച്ചിരുന്നു. ഇരുവരുടെയും എപ്പോഴുമുള്ള സ്നേഹവും പ്രണയവും ഒക്കെ കണ്ട് അവരുടെ സുഹൃത്തുക്കൾക്ക് പോലും അവരോട് അസൂയ തോന്നിയിരുന്നു. ഒരു ദിവസം പുലർച്ചെ ഏയു ഡിറ്റോയെ പറ്റി ഒരു കാര്യം മനസ്സിലാക്കി. പുലർച്ചെ ഡിറ്റോയെ വിളിച്ചെഴുന്നേൽപ്പിക്കൽ അത്ര എളുപ്പമല്ല. എത്ര വിളിച്ചിട്ടും ഡിറ്റോ എഴുന്നേക്കുന്നുണ്ടായിരുന്നില്ല. വലിയ തോതിൽ അവൾ ഒച്ചയുണ്ടാക്കി. വലിയ ഒച്ചയുള്ള വാക്വം ക്ലീനർ വരെ ഓൺ ചെയ്തു. എന്നിട്ടും ഡിറ്റോ എഴുന്നേക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒച്ചയും ബഹളവും ഉള്ളപ്പോ അതൊക്കെ കേട്ടെഴുന്നേക്കാൻ പറ്റില്ല എന്നായിരുന്നു ഡിറ്റോയുടെ വാദം. അടുത്ത ദിവസം ഡിറ്റോയുടെ അമ്മയുടെ വീട്ടിൽ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അവരിരുവരും അതിൽ പങ്കെടുക്കാൻ പോയി. അയ്യോ, അപ്പോഴും രാവിലത്തെ കാര്യങ്ങൾ കൊണ്ടും മറ്റും ഡിറ്റോയുടെ കുറച്ച് കലിപ്പിലായിരുന്നു. അവൾ അവിടെ വെച്ചും അതിന്റെ ഭാഗങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അയുവിനെ തനിച്ച് കിട്ടിയ സമയത്ത് ഡിറ്റോ അവളുടെ അടുത്ത് ചെന്ന് സംസാരിച്ചു. അവളെ ഒന്ന് പേടിപ്പിക്കാൻ കൂടിയായി തമാശ രീതിയിൽ പറഞ്ഞു, നീ പ്രഗ്നന്റ് ആണെന്നാ തോന്നുന്നേ, അതുകൊണ്ടാണ് നിനക്കിപ്പോ എന്നോട് ഇത്ര ദേഷ്യമൊക്കെ വരുന്നത്. അത് കേട്ടതും അയുവിന് കൂടുതൽ ദേഷ്യം വരുന്നുണ്ട്. അയു ഡിറ്റോയോട് തട്ടിക്കയറി. ഇരുവരും പെട്ടെന്ന് കുട്ടികൾ വേണ്ടെന്നൊക്കെ തീരുമാനിച്ചിരുന്നതാണല്ലോ. വിവാഹം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. ഡിറ്റോ പറഞ്ഞ കാര്യങ്ങൾ അയുവിനെ വല്ലാതെ ബാധിച്ചിരുന്നു. ബാത്റൂമിനുള്ളിൽ ഒരുപാട് നേരം അവൾ ആലോചിച്ച് ദുഃഖിച്ചിരുന്നു. ഇനി എങ്ങാനും പ്രഗ്നന്റ് ആയിരിക്കുമോ എന്ന ഭയം അവൾക്കുണ്ടായിരുന്നു. എന്തായാലും അവൾ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് എടുത്തു. അത് പോസിറ്റീവായിട്ടായിരുന്നു വന്നത്. ടെസ്റ്റ് പോസിറ്റീവായതും ഡിറ്റോയും ഒന്ന് ഷോക്കാകുന്നുണ്ട്. എന്ത് ചെയ്യുമെന്നറിയാതെ ഇരുവരും ഇരുന്നുപോയി. അൺഎക്സ്പെക്ടഡ് പ്രഗ്നൻസിയാണ്. പൊതുവെ ഭാര്യ പ്രഗ്നന്റ് ആണെന്നറിയുമ്പോ ഭർത്താവ് സന്തോഷിക്കും, ഭാര്യയും വലിയ സന്തോഷത്തിലായിരിക്കും. പക്ഷെ ഇവരുടെ കാര്യത്തിൽ അത്തരത്തിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കുട്ടി വന്നാൽ തങ്ങളുടെ ജീവിതം ഇനി എന്താകും, തങ്ങൾ ഫിനാൻഷ്യലി സെറ്റായിട്ടില്ലല്ലോ, അങ്ങനെയുള്ള പലതരം ആശങ്കകളായിരുന്നു അവർക്ക്.
അങ്ങനെയിരിക്കെ ഒരു രാത്രിയിൽ അയു ഒരു സ്വപ്നം കണ്ടു. അവൾ പ്രഗ്നന്റായി പ്രസവത്തിനായി മുറിയിലേക്ക് പോകുന്നത്. പ്രസവം അത്രമേൽ പെയിൻഫുൾ ആയിരുന്നു. പ്രസവത്തിലാണെങ്കിൽ പ്രസവത്തിന് ശേഷം അയുവിന്റെ ബോഡി മാറി, രൂപഭംഗി മാറി എന്ന് പറഞ്ഞ് ഡിറ്റോ അവളെ ഉപേക്ഷിച്ചും പോകുന്നു. അതൊക്കെ കണ്ട് ഉറക്കത്തിൽ നിന്ന് അവൾ ഞെട്ടിയുണർന്നിരുന്നു. ഡിറ്റോയെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ഭയത്തോടെ സ്വപ്നത്തിന്റെ കാര്യം അവൾ പറഞ്ഞു. ഡിറ്റോ അതുപോലെ തന്നെ വിട്ടുപോകുമോ എന്ന് ചോദിച്ചു. ഒരിക്കലുമില്ലെന്നും ഗർഭിണിയാകുമ്പോഴാണെങ്കിലും ഗർഭധാരണം കഴിഞ്ഞ ശേഷമാണെങ്കിലും വയസ്സായിട്ടാണെങ്കിലും നിന്റെ രൂപഭംഗിയിലെ മാറ്റങ്ങൾ കൊണ്ട് നിന്നെ ഞാൻ വിട്ടുപോകില്ല എന്നായിരുന്നു ഡിറ്റോയുടെ മറുപടി. ഒടുവിൽ അവരിരുവരും തങ്ങൾ കടന്നുപോകുന്ന സാഹചര്യം പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്തു. ഇരുവരും ഒന്നിച്ച് ഒരു ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പരിശോധിച്ചു. അയുവിന്റെ ഗർഭം 8 ആഴ്ച പിന്നിട്ടതായി അറിയിച്ചു. പക്ഷേ എന്നിരുന്നാലും വൈകാതെ തന്നെ കുട്ടി ജനിച്ചു വീഴുമല്ലോ എന്ന ചിന്ത ഇരുവരുടെയും ഉള്ളിൽ ഭയം വിതയ്ക്കുന്നുണ്ടായിരുന്നു. പോരാത്തതിന് ഡോക്ടറാണെങ്കിൽ അയുവിനടുക്കലും ഡിറ്റോയ്ക്കടുക്കലും പ്രസവത്തിന്റെ രീതികളെപ്പറ്റി പറയാൻ തുടങ്ങി. സാധാരണ പ്രസവം എത്രമേൽ വേദനാജനകമായിരിക്കുമെന്നും സി സെക്ഷൻ എന്ന ഓപ്ഷനെ പറ്റിയും അതിന്റെ കാര്യങ്ങളെപ്പറ്റിയും പ്രസവ സമയത്ത് സംഭവിച്ചേക്കാവുന്ന കോംപ്ലിക്കേഷൻസിനെ പറ്റിയും ബ്ലീഡിംഗ് ഉണ്ടായേക്കാവുന്ന അവസ്ഥയെപ്പറ്റിയുമൊക്കെ ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതൊക്കെ കേട്ട് അയുവല്ലാതെ ഭയപ്പെടുന്നുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, വീട്ടിലെത്തിയപ്പോ അമ്മയുടെയും വക അടുത്ത ക്ലാസ് വന്നു. പ്രസവം എത്രമേൽ വേദനാജനകമാണ് എന്നതിനെപ്പറ്റി പറഞ്ഞ് പ്രസവത്തിന്റെ വശങ്ങളെപ്പറ്റിയൊക്കെ അവരും വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അതുകൂടിയായതോടെ അയു നല്ല രീതിയിൽ ഭയപ്പെടാൻ തുടങ്ങി. പ്രസവവുമായി മുമ്പോട്ട് പോവാൻ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അയു മറ്റാരും പറയുന്നത് കേൾക്കാതെ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്ന ഗർഭധാരണത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ കൈമാറുന്ന ബുക്കുകൾ വായിക്കാൻ തീരുമാനിച്ചു. അത്തരത്തിലുള്ള ബുക്കുകളിൽ അവൾ കൂടുതൽ ഊളിയിട്ടു. ഒരുപാട് പേടിച്ചിരുന്ന അയു പുസ്തകങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിയതോടെ ഡിറ്റോയുടെ കാര്യങ്ങളിൽ വരെ അവൾ ശ്രദ്ധിക്കാതായി. ഇങ്ങനെ തുടർച്ചയായി അയുവിന്റെ ഭാവം മാറുന്നത് ഡിറ്റോയെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. തന്നോട് കൂടുതൽ അടുപ്പം കാണിക്കാത്ത അയുവിനടുക്കൽ ഡിറ്റോയ്ക്കും ചെറിയൊരു അകൽച്ച വന്നു. അത്രമേൽ സ്നേഹം തോന്നിയില്ല. ഒടുവിൽ ഒരു കൺസേർട്ടിന് പോവാൻ അവൻ തീരുമാനിക്കുകയാണ്. ഉറങ്ങുകയായിരുന്ന അയുവിനോട് അതിനെപ്പറ്റി പറയണ്ട, പോയി വന്ന ശേഷം പറയാം എന്നും അവൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഡിറ്റോ പോകുന്നതിനു മുമ്പ് അയു ഉണരുകയാണ്. പുറപ്പെടാൻ നിൽക്കുന്ന ഡിറ്റോയെ അയു കണ്ടു. ഡിറ്റോയെ പോവാൻ അയു അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. തനിക്കും ഡിറ്റോയുടെ കൂടെ ഉണ്ടാകണമെന്നും കൺസേർട്ടിന് പോവുകയാണെങ്കിൽ തന്നെയും കൊണ്ടുപോകണം എന്നും അയു ആവശ്യപ്പെട്ടു. ഡിറ്റോ പോയാൽ 3 ദിവസം അയു അവനെ പിരിഞ്ഞു നിൽക്കേണ്ടി വരുമായിരുന്നു. ഗർഭിണിയായതിൽ പിന്നെ അയുവിനതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഡിറ്റോ എപ്പോഴും കൂടെ വേണം എന്ന ചിന്തയാണ്. എന്തായാലും അയുവിനെയും കൂടെ കൂട്ടാൻ ഡിറ്റോ തീരുമാനിച്ചു. അവർ എയർപോർട്ടിലെത്തി. ഉടനെയുള്ള ടിക്കറ്റ് എടുക്കലായതുകൊണ്ട് സാധാരണയുള്ളതിന്റെ 10 ഇരട്ടി ടിക്കറ്റ് ചാർജ് ഡിറ്റോയ്ക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ടായിരുന്നു. അയുവിനെ അറിയിക്കാതെ തന്നെ ഡിറ്റോ അത് പേ ചെയ്തു. അയുവിന്റെ പ്രവൃത്തികളിൽ ഡിറ്റോയ്ക്ക് ദേഷ്യം തന്നെ വരുന്നുണ്ടായിരുന്നു. പോരാത്തതിന് ഇത്രയും പണം ചിലവാക്കേണ്ടി വന്നതിലും ഡിറ്റോയുടെ ദേഷ്യം പ്രകടമായി. അങ്ങനെ അവർ യാത്രയ്ക്കൊടുവിൽ ഹോട്ടലിലേക്ക് എത്തിച്ചേരുകയാണ്. ഹോട്ടലിൽ എത്തിയതും വയ്യെന്ന് പറഞ്ഞ് അയു ബെഡിൽ കയറി കിടന്നു. താൻ ഉറങ്ങാൻ പോവുകയാണെന്നും കൺസേർട്ടിൽ പങ്കെടുക്കാൻ വരുന്നില്ല എന്നും അയു അറിയിച്ചു. അത് ഡിറ്റോയെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. ഡിറ്റോ അയുവിനോട് അന്ന് വഴക്കുകൂടി. അവളെ കുറെ ചീത്തയൊക്കെ പറഞ്ഞ ശേഷമായിരുന്നു ഡിറ്റോ അവിടെ നിന്നും കൺസേർട്ടിനായി ഇറങ്ങിപ്പോയത്. അന്ന് കൺസേർട്ടിൽ പങ്കെടുത്ത് പെർഫോമൻസ് നടത്തുമ്പോൾ പോലും ഡിറ്റോയുടെ ഉള്ളിലെ ദേഷ്യം കൺസേർട്ടിലും പ്രകടമായി വരുന്നുണ്ടായിരുന്നു. അന്നത്തെ കൺസേർട്ടൊക്കെ കഴിഞ്ഞപ്പോ ഡിറ്റോ ഒരുവിധം കാം ഡൗൺ ആയിരുന്നു. പ്രഗ്നന്റ് ആയിരുന്ന അയുവിനോട് അങ്ങനെ ദേഷ്യപ്പെട്ടതിലും മറ്റും ഡിറ്റോയ്ക്ക് സ്വയം വെറുപ്പ് തോന്നി. തിരികെ റൂമിലേക്ക് എത്തിയപ്പോ ഡിറ്റോ കണ്ടത് അയു കരഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഡിറ്റോ തന്നെ വിട്ടുപോകുമോ എന്നൊക്കെ അവൾ ഭയപ്പെട്ടിരുന്നു. അവളോട് ദേഷ്യപ്പെട്ടതിനും മറ്റും ഡിറ്റോ വന്ന് അവളോട് ക്ഷമ ചോദിച്ചു. ഒരിക്കലും ഒരു സമയത്തും അവളെ വിട്ട് താൻ പോവില്ലെന്നും അവളോടായി പറഞ്ഞു. അവൻ അവളെ ചേർത്തു പിടിച്ചു. അവരുടെ റിലേഷൻഷിപ്പ് വീണ്ടും പഴയതുപോലായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അയു തന്റെ സുഹൃത്തുക്കളെ കാണാൻ പോയിരുന്നു. കൂട്ടുകാരികൾ രണ്ടുപേരും സിംഗിളാണ്. അവർ സംസാരിച്ചിരിക്കാൻ ആരംഭിച്ചു. സംസാരത്തിൽ സിംഗിൾസ് ആയ കൂട്ടുകാരികൾ അവരുടെ ഹോളിഡേ ട്രിപ്പിനെ പറ്റിയും അതിന്റെ പ്ലാനിനെ പറ്റിയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ടതും അവളാകെ വറീഡായി. വിവാഹം കഴിഞ്ഞ ശേഷം അവൾ എങ്ങോട്ടേക്കും ട്രാവൽ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കുള്ളപ്പോൾ ഉണ്ടായിരുന്ന പോലെ തന്റെ ലൈഫ് ഇപ്പോൾ അത്ര കണ്ട് ഫ്രീ അല്ല എന്ന പോലെ അവൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. സ്വാതന്ത്ര്യമൊക്കെ ഇല്ലാതായ പോലെ, തന്റെ ഫ്രണ്ട്സ് എൻജോയ് ചെയ്യുന്ന പോലെ സമാധാനത്തോടെ ടൂർ പോവാനോ ഒന്നും തനിക്ക് പറ്റുന്നില്ലല്ലോ എന്നവൾ ദുഃഖത്തോടെ ഓർത്തു. അയുവിന്റെ ദുഃഖകരമായ ഈ അവസ്ഥ ഡിറ്റോ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. എല്ലാത്തിൽ നിന്നും അയുവിനെപ്പോൾ ഒരു ബ്രേക്ക് ആവശ്യമാണ് എന്ന് ഡിറ്റോയ്ക്ക് തോന്നി. അയുവിനെ സന്തോഷപ്പെടുത്താൻ ബാലിയിലേക്ക് ഒരു ഹോളിഡേ ട്രിപ്പ് പോവാൻ ഡിറ്റോ തീരുമാനിക്കുകയാണ്. അങ്ങനെ അയുവിനെയും കൂട്ടി ഡിറ്റോ ബാലിയിലേക്ക് ട്രിപ്പ് പോയി. സന്തോഷം നിറഞ്ഞ ഒരു യാത്രയായിരുന്നു അത്. നാളുകൾ ഇങ്ങനെ വേഗത്തിൽ കടന്നു പോവുകയായിരുന്നല്ലോ. വിവാഹം കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഒരുപാട് മാസങ്ങൾ പിന്നിട്ടിരുന്നു. ഇതിനിടയിൽ ഹണിമൂൺ ട്രിപ്പ് എന്ന പോലെ അവരുടെ ആദ്യത്തെ യാത്രയാണത്. അതുകൊണ്ട് തന്നെ ഇരുവരും ഒന്നിച്ച് സന്തോഷത്തോടെ സമയം
ചിലവഴിക്കുന്നുണ്ടായിരുന്നു. ഗർഭിണി ആയതുകൊണ്ട് തന്നെ കുട്ടിയുടെ കാര്യത്തിൽ അയു കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞതും ഡിറ്റോയ്ക്ക് അതിലൊക്കെ വല്ലായ്മ തോന്നാൻ തുടങ്ങി. അയു തന്നെ കാര്യമായി പരിഗണിക്കുന്നേയില്ല എന്ന് വരെ ഡിറ്റോക്ക് അനുഭവപ്പെട്ടു. കുട്ടിയുടെ കാര്യത്തിൽ മാത്രമാണ് അയുവിന്റെ ചിന്തയെന്നും ശ്രദ്ധയെന്നും പോലും ഡിറ്റോ ചിന്തിക്കുന്നുണ്ടായിരുന്നു. വല്ലാതെ ഒറ്റപ്പെടുന്ന പോലെ തോന്നിയതുകൊണ്ട് അതേ ദ്വീപിലുണ്ടായിരുന്ന തന്റെ ബാൻഡ് ഫ്രണ്ട്സിനെയും മീറ്റ് ചെയ്യാൻ ഡിറ്റോ വിളിക്കുകയാണ്. ഡിറ്റോ ആ കാര്യം അയുവിനോട് പറഞ്ഞതും അയുവിനത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഡിറ്റോയ്ക്കൊപ്പം തനിച്ച് ബാലയിൽ സമയം ചിലവഴിക്കാനും ഡിറ്റോയുടെ കമ്പനി ഒറ്റയ്ക്ക് ആസ്വദിക്കാനുമായിരുന്നു അയു അങ്ങോട്ടേക്ക് വന്നിരുന്നത്. ഡിറ്റോ ഇപ്പോൾ കൂട്ടുകാർക്കൊപ്പം സമയം ചിലവഴിക്കാൻ പോകുന്നു എന്നത് അയുവിനെ ഒറ്റപ്പെടുന്നതിന് തുല്യമായിരുന്നു. അവർ തമ്മിൽ അന്ന് ഒരു വാക്കുതർക്കം തന്നെ സംഭവിച്ചു. പേഴ്സണൽ സ്പേസിനെ പറ്റിയും സ്വാതന്ത്ര്യത്തെ പറ്റിയുമൊക്കെ അവർക്കിടയിൽ സംസാരം വന്നു. എന്തായാലും അന്ന് രാത്രിയിൽ ഡിറ്റോയുടെ സുഹൃത്തെത്തുകയാണ്. അവർക്കുള്ള ഗിഫ്റ്റുമായിട്ടായിരുന്നു കൂട്ടുകാരുടെ വരവ്. പക്ഷെ അതൊന്നും അയുവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അയുവിന് ദേഷ്യം വന്നു. ഡിറ്റോയുടെ കൂട്ടുകാരങ്ങനെ അവിടുള്ളത് അയുവിന് വല്ലാതെ അൺകംഫോർട്ടബിൾ ആയി തോന്നി. അന്ന് വളരെ ശക്തമായി അയു ഡിറ്റോയോട് സംസാരിക്കുന്നുണ്ട്. തന്റെ ഈ ഗർഭാവസ്ഥയിൽ ഡിറ്റോയ്ക്കൊത്ത് ക്വാളിറ്റി ടൈമാണ് തനിക്ക് വേണ്ടത് എന്നയു വാശിയോടെ പറഞ്ഞു. മറ്റാരും തന്നെ തങ്ങളുടെ ഇടയിൽ വരാൻ പാടില്ലെന്നും തങ്ങൾ ഒന്നിച്ച് തനിച്ചായിരിക്കണം എന്നും അയു വ്യക്തമാക്കി. അടുത്ത ദിവസം ജോഗിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ അയുവിന് ബ്ലീഡിംഗ് വരാൻ ആരംഭിച്ചിരുന്നു. ഡിറ്റോ ഉടനടി അങ്ങോട്ടേക്കെത്തി അയുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാൻ തുടങ്ങി. പോകുന്ന വഴിയിലൊക്കെ അയു കൂടുതൽ എക്സസൈസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് അയുവിനെ ഡിറ്റോ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവർ ആശുപത്രിയിലെത്തി. അയു പരിശോധിക്കപ്പെട്ടു. കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും എല്ലാം ഓക്കെയാണെന്നും ബേബി ഹെൽത്തിയാണെന്നും മിഡ് വൈഫ് പറഞ്ഞപ്പോഴായിരുന്നു അവർക്ക് സമാധാനമായത്. പിന്നീട് അവരിരുവരും സംസാരിക്കുന്നുണ്ട്. മനസ്സ് തുറന്നുള്ള സംസാരത്തിൽ നിന്നും ഈയൊരവസ്ഥയിൽ ഇരുവർക്കും പരസ്പരം ആവശ്യമാണെന്നും അയുവിന് കൂടുതൽ സപ്പോർട്ട് ആവശ്യമാണ് എന്നുള്ള കാര്യവും പരസ്പരം തിരിച്ചറിയപ്പെടുന്നുണ്ടായിരുന്നു. കുട്ടിയുടെ ആരോഗ്യത്തിനും മറ്റും വേണ്ടി അയുവിനൊപ്പം തന്നെ മുഴുവൻ സമയം ചിലവഴിക്കാൻ ഡിറ്റോ അതോടെ തീരുമാനിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവരിരുവരും ഒന്നിച്ച് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. ഇരുവരും അല്പം ഫേമസ് ആയിരുന്നല്ലോ. ഡിറ്റോ ബാൻഡ് മെമ്പർ ആണ്, അയുവാണെങ്കിൽ മുൻകാല അഭിനേതാവും. ആ ഇന്റർവ്യൂവിൽ അയു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നവരെ ഒരുമിച്ച് ബാലിയിൽ ജീവിക്കാനാണ് തങ്ങൾ പദ്ധതിയിടുന്നത് എന്ന് ഡിറ്റോ വ്യക്തമാക്കിയിരുന്നു. ഡിറ്റോയുടെ ആ പറച്ചിൽ ഡിറ്റോയുടെയും അയുവിന്റെയും അമ്മമാർ കണ്ടു. അവർക്കൊരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. അവരുള്ളത് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണല്ലോ. അവർ അതിനെ എതിർത്ത് സംസാരിച്ചു. വീഡിയോ കോളും മറ്റും നിറഞ്ഞു. അയുവിന്റെ പ്രസവത്തിൽ അയുവിന്റെ കൂടെ നിൽക്കാൻ തങ്ങളുണ്ടാവണം എന്നവർക്ക് വാശിയുണ്ടായിരുന്നു. പക്ഷേ അയുവും ഡിറ്റോയും തീരുമാനിച്ചുറപ്പിച്ചിരുന്നു ബാലിയാണ് തങ്ങളുടെ കുട്ടി ജനിക്കാൻ പോകുന്ന ഇടമെന്ന്. അവിടെ സർട്ടിഫൈഡ് മിഡ്വൈഫ്സിന്റെ, അതായത് ഗർഭമെടുക്കുന്നവരുടെ സേവനവും ലഭ്യമായ ഇടമായിരുന്നു. പിന്നീട് ഒരു ദിവസം അയുവും ഡിറ്റോയും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയി. പക്ഷെ ആ ഡോക്ടർ സി സെക്ഷൻ ആയിരുന്നു അവർക്ക് സജസ്റ്റ് ചെയ്തത്. സി സെക്ഷൻ നല്ലതാണെന്നും അതാകുമ്പോൾ പ്രസവം പോലെ ഒരുപാട് വേദന എടുക്കില്ലെന്നും കുട്ടി പിറക്കേണ്ട ഡേറ്റും സമയവും നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും എന്നുമൊക്കെ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടറുടെ വിശദീകരണം അവരെ കുറച്ച് ഭയപ്പെടുത്തുകയും കൺഫ്യൂസ്ഡ് ആക്കുകയുമായിരുന്നു ചെയ്തത്. എന്തായാലും അവർ അവിടെ നിന്നിറങ്ങിപ്പോന്നു. അയുവിന് ഏറ്റവും സുരക്ഷിതമായ പ്രസവമാർഗം ഏതാണ് എന്നവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ അയുവും ഡിറ്റോയും മനസ്സ് തുറന്ന് സംസാരിച്ചു. ഡിറ്റോ പറഞ്ഞു, ഗർഭിണിയായതിൽ പിന്നെ ഗർഭധാരണത്തിലും കുട്ടിയുടെ കാര്യത്തിലുമാണ് നിന്റെ കൂടുതൽ ശ്രദ്ധയും. എന്റെ കാര്യം പലപ്പോഴും നീ മറന്ന പോലാണ്. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും നീ എന്നെ വിട്ടുകളയുമോ, എന്റെ കാര്യങ്ങൾ മറന്നുകളയുമോ? പക്ഷേ അയു പറഞ്ഞു, അങ്ങനൊന്നും ചിന്തിക്കണ്ട, ഒരിക്കലും ഞാൻ നിങ്ങളെ വിട്ടുകളയില്ല. നിങ്ങളോടുള്ള എന്റെ പ്രണയത്തിലും തെല്ലും കുറവും വരില്ല. ഡിറ്റോ തന്റെ ആദ്യ പ്രണയമാണ്. ഡിറ്റോ എപ്പോഴും തനിക്കത്രമേൽ ഇമ്പോർട്ടന്റുമായിരിക്കും. കുട്ടി നമ്മളുടെ പ്രണയത്തിൽ നിന്ന് വരുന്ന പ്രണയ സമ്മാനമാണെന്നും അത് നമ്മുടെ പ്രണയത്തിന്റെ ഏറ്റവും വലിയ സൂചനയാണെന്നും അവൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. സ്നേഹത്തെപ്പറ്റിയും തുടർ ജീവിതത്തെപ്പറ്റിയുമൊക്കെ അവരുടെ സംസാരം തുടർന്നു പോന്നു. ആ സംസാരം മുമ്പോട്ടുള്ള ജീവിതത്തെപ്പറ്റി കൂടുതൽ തെളിച്ചമുള്ള കാഴ്ച അവർക്ക് പകർന്നു നൽകുന്നുണ്ടായിരുന്നു. ഇരുവർക്കും വലിയൊരു സമാധാനവും അനുഭവപ്പെട്ടു. പക്ഷേ അധികം വൈകാതെ അയുവിന് സങ്കടപ്പെടേണ്ടുന്ന ഒരു കാര്യമുണ്ടായി. വളരെ ഇമ്പോർട്ടന്റായി ജക്കാർത്തയിൽ നടക്കുന്ന ഒരു കൺസേർട്ടിൽ പങ്കെടുക്കാൻ ഡിറ്റോയ്ക്ക് പോവേണ്ടി വന്നു. അയു തന്നെയായിരുന്നു ഡിറ്റോയെ യാത്രയാക്കിയത്. മനസ്സില്ലാ മനസ്സോടെ ബാലിയിൽ ഒറ്റയ്ക്ക് അയു തുടർന്നു. വളരെ സുന്ദരമായ പ്രകൃതി മനോഹരമായ ഒരിടത്തായിരുന്നു അയു തന്റെ ആ നാളുകൾ കഴിഞ്ഞു പോന്നത്. അങ്ങനെ ഒരു ദിവസം അയു ചെക്കപ്പിന് പോയി. ചെക്കപ്പിന് ചെന്നപ്പോഴാണ് ഡോക്ടറുടെ അടുത്തു നിന്നും ബേബിയുടെ പൊസിഷൻ അത്ര കറക്റ്റ് അല്ലെന്നും സി സെക്ഷൻ വേണ്ടിവരും എന്നും അയു അറിയുന്നത്. അയു വല്ലാതെ സങ്കടത്തിലായിരുന്നു. ടെൻഷനിൽ അവൾ വളരെ പെട്ടെന്ന് ഡിറ്റോയ്ക്ക് കോൾ ചെയ്തു. ഡിറ്റോ അവളെ ആശ്വസിപ്പിച്ചു. തങ്ങളുടെ കുട്ടിയോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ അവൻ പറഞ്ഞു. കുട്ടിക്ക് കേൾക്കാൻ സാധിക്കുമെന്നും അവൻ തന്നെ തിരിഞ്ഞ്
സ്വാഭാവിക പ്രസവത്തിന് വഴിയൊരുക്കും എന്നും ഡിറ്റോ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. വൈകാതെ ഡിറ്റോ അയുവിന്റെ അടുത്തേക്കെത്തി. നാളുകൾ കുറച്ചുകൂടി കടന്നുപോയി. ഒരു ദിവസം അയുവിന് ശക്തമായ വയറുവേദന അനുഭവപ്പെടാൻ ആരംഭിച്ചു. പ്രസവം അടുത്തിരുന്നു. ഉടനടി തന്റെ വസ്തുക്കളും എടുത്ത് അയുവിനെയും കൂട്ടിക്കൊണ്ട് അടുത്തുള്ള പ്രസവമെടുക്കുന്ന സ്ത്രീയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. അന്ന് രാത്രി മുതൽ പിറ്റേന്ന് ഉച്ചവരെ അവർ തുടർന്നെങ്കിലും വേദന കൂടുന്നതല്ലാതെ പ്രസവം സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. മിഡ്വൈഫ് അയുവിനോട് സാധാരണ രീതിയിൽ പ്രസവം സംഭവിക്കുന്നില്ല, അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. സ്വാഭാവിക പ്രസവം അയുവിന് ചിലപ്പോ അപകടം ഉണ്ടാക്കിയേക്കാം എന്നും മിഡ്വൈഫ് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അയുവിന് സ്വാഭാവിക പ്രസവം തന്നെ വേണം എന്നായിരുന്നു. എന്തു ചെയ്തിട്ടും അയു സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഡിറ്റോ അയുവിന് അടുത്തു ചെന്നിരുന്നു. അവളുടെ വയറിൽ കൈവച്ച് തങ്ങളുടെ കുട്ടിയോട് തിരിഞ്ഞ് കൃത്യമായി പുറത്തു വരാനും സ്വാഭാവിക പ്രസവത്തിന് അമ്മയെ സഹായിക്കാനും ഡിറ്റോ വേദനയോടെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. നീണ്ട നേരം വേദന അയു സഹിച്ചിരുന്നു. അപകടമായിരുന്നെങ്കിൽ പോലും ക്ഷമയുടെ ഫലം അയുവിന് ലഭിച്ചു. അവൾക്ക് സ്വാഭാവിക പ്രസവം നടന്നു. അവരുടെ മാലാക കുട്ടിയും ഈ ലോകത്തേക്ക് പിറന്നു വീണു. ഡിറ്റോയുടെ കുടുംബവും സുഹൃത്തുക്കളും അയുവിന്റെ കുടുംബവും ഒന്നടങ്കം ഏറെ സന്തോഷത്തോടെയായിരുന്നു കുടുംബത്തിലെ പുതിയ മെമ്പറെ വരവേറ്റത്. സന്തോഷത്തോടെ അവരുടെ ജീവിതം തുടരുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. ഡിറ്റോയുടെയും അയുവിന്റെയും കഥയുടെ തുടർച്ച പറഞ്ഞ ഫ്രണ്ട്സ് ബട്ട് മാരീഡ് ടു എന്ന ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.